പൈതൃക ഗുരുവായൂരിന്റെ ഗുരുവായൂർ പെരുമ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 4 മണിക്ക് പൈതൃക മന്ദിരത്തിൽ നടക്കുന്ന ഗുരുവായൂർ പെരുമയ്ക്ക് തുടക്കം കൊടുക്കും. ഇപ്പോൾ ആരാധനായ ഗുരുസ്വാമിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ രാധാകൃഷ്ണേട്ടൻ, നമ്മുടെ ആലിക്കൽ രാധാകൃഷ്ണേട്ടൻ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാധാകൃഷ്ണേട്ടൻ ഗുരുവായൂരിനെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ അറിയുന്ന ആളാണ്. ചെറുപ്പം മുതലേ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് കളിച്ച് വളർന്ന ഒരാളാണ്. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഈ നാലമ്പലത്തിനകത്ത് നാലമ്പലത്തിനകത്ത് കളിക്കുക എന്നൊക്കെ പറയും. കുട്ടികള് ഫുട്ബോൾ അല്ലെങ്കിൽ ഓടിക്കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഗുരുവായൂരിന്റെ വികസനം ഉണ്ടായത്. ആ തരത്തിലുള്ള ആളെയാണ് രാധാകൃഷ്ണേട്ടനെയാണ് കിട്ടിയുള്ളത്. അപ്പോൾ നേതൃത്വം നൽകി അതിന് തുടക്കം കുറിച്ച് രാധാകൃഷ്ണേട്ടൻ എന്താണ്, രാധാകൃഷ്ണനിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗുരുസ്വാമി ചോദിച്ച് മനസ്സിലാക്കും. ഗുരുസ്വാമി സ്നേഹത്തോട് ക്ഷണിക്കും. നമസ്കാരം. ഇന്നിപ്പോ നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് രാധാകൃഷ്ണൻ അപ്പൊ എന്താ അദ്ദേഹം നേരത്തെ രവി പറഞ്ഞ പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് അന്ന് ഇത്ര തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത കാലത്ത് നാമജപം കഴിഞ്ഞാൽ നാമജപത്തിന് എല്ലാ കുടുംബത്തിൽ നിന്നും കുട്ടികൾ പോകണം അന്ന് കാലത്ത് നിർബന്ധമാണ്. ആഞ്ഞം തിരുമേന്റെ നേതൃത്വം നാമജപം. ആ നാമജപത്തിൽ പങ്കെടുത്ത് പഴം എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ബ്രാന്തിരി തരും. അത് വാങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ അത്താഴപ്പൂജ നേദ്യാവുന്നവരെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ അമ്പലത്തിനകത്ത് തന്നെ അതിൽക്കകത്ത് അവിടെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങള് ഒരു ഓർമ്മ പങ്കിടുകയാണ്. ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ CP നായർ വന്നിരുന്നു. അദ്ദേഹം റിലീജിയസ് പ്രൊപ്പഗൻഡിസ്റ്റ് എന്ന് പറഞ്ഞ മതപ്രചാരകൻ എന്നുള്ള തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അപ്പം അദ്ദേഹത്തിന് മുമ്പ് ഇവിടെ ഒരു മതപ്രചാരകൻ മാധവൻ നായർ എന്നൊരാളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം ഹരികഥ പറയാം. ക്ഷേത്രത്തിനകത്ത് നാമജപം കഴിഞ്ഞാൽ പടിഞ്ഞാറേ പുറത്തേക്ക് കിടക്കണ വഴിക്ക് ആ സൈഡിൽ അവിടെ ഇരുന്നിട്ട് ഒരു ഹാർമോണിപ്പെട്ടി വെച്ചിട്ട്, ഹാർമോണിപ്പെട്ടി ശ്രുതിപ്പെട്ടി അത് വെച്ച് അദ്ദേഹം അവിടെ വെടുവെടുപ്പായിട്ട് കഥകൾ പറയും. നമ്മൾ കേൾക്കാത്ത കഥകൾ, ഭാഗവതാദികളില്ലാത്ത കഥകൾ, ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള കഥകളൊക്കെ പറഞ്ഞു തരും. തമിഴ്നാട്ടിലൊക്കെ ഉള്ള കഥകൾ, അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അദ്ദേഹം പറഞ്ഞു തരും. അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. അദ്ദേഹം കോഴിക്കോട് ഭാഗത്തുള്ള ആളാണ്. അവിടെ വന്ന ഇത് അദ്ദേഹത്തിന് ഇവിടെ ദേവസ്വം നിയമിച്ചു. അപ്പൊ ഈ ക്ഷേത്രത്തിലൂടെ ഇതിൽ ആധ്യാത്മിക കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഈ ഭഗവത് കഥകൾ വളരെ രസകരമായിട്ട് പറയും. കൊച്ചി തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് കേൾക്കാതിരിക്കും അവിടെ. അത്ര ഇതായിരുന്നു. നല്ല കുറെ ആൾക്കാർ കൂടും. ഞങ്ങള് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ പോലെ ഈ ശ്രുതിപ്പട്ടിയൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാനും അദ്ദേഹം വരുമ്പോഴേക്കും അദ്ദേഹം ഇരിക്കാനുള്ളതൊക്കെ ചെയ്തു. മാത്രമല്ല അദ്ദേഹം ഞങ്ങളെ കുറച്ച് ദിവസം ഹരികഥ പഠിപ്പിക്കാൻ എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടില് ദിമിക്കട്ട വാദ്യമൃതംഗ പഠിപ്പിച്ചു. അതെ. അപ്പൊ രാധാകൃഷ്ണ ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ആ മൂലയിൽ അവിടെ ഇരുന്ന ഒരു സത്സംഗം പോലെ ഞങ്ങളുടെ കുറച്ച് കുട്ടികൾ അതില് നമ്മുടെ ഈ തെക്കുമുറി ഹരിദാസൊക്കെ ഒന്ന് പങ്കെടുക്കും. അങ്ങനെ ഒരു സത്സംഗം പോലെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അത് നേരത്തെയും കഴിഞ്ഞ് ഇപ്പോൾ നാസരമുട്ടീഷ്ണാരൊക്കെ ഉണ്ടാവും. അവിടെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അതിന് മുതിർന്നവർ അവിടെ ഇരുന്ന് അക്ഷരത്തിലോട് സദസ്സുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടാണ് നടയൊക്കെ തുറന്നിട്ടാണ് ഞങ്ങൾ പോവുക. അപ്പം അതുവരെ നമുക്ക് വീട്ടിൽ ചോദിക്കൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ അമ്പലത്തിലായിരുന്നു പറഞ്ഞാൽ പ്രശ്നമില്ല അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു കുട്ടിക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തില് ഈ ഇതുവരെ സത്സംഗങ്ങളൊക്കെ പഠിച്ച് വളർന്നുള്ള ആൾക്കാരാണ്. അപ്പം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനുശേഷം അദ്ദേഹം ആന്ധ്രയിലൊക്കെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ നാരായണാലയായിട്ട് കുറെ അദ്ദേഹത്തിന്റെ വളരെ അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് അവിടുത്തെ ഇതായിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം ഉണ്ട്. അപ്പൊ അന്ന് ഇപ്പൊ നമ്മൾ ഏകാദശി വരികയാണ്, ഗുരുവായൂർ ഏകാദശി വരിക. അപ്പൊ ആ ഗുരുവായൂർ ഏകാദശിയിൽ 1970 തോന്നുന്നുണ്ട്. അതെ. അപ്പോൾ അന്ന് സാമൂതിരിപ്പാടിന്റെ വഴിയാണ് ഈ ദശമി വിളക്ക് നടത്തിയിരുന്നത്. 73-ലാണ്. അപ്പൊ അദ്ദേഹം അത് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നടത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹം ഗുരുവായൂരപ്പ സങ്കീർത്തന ട്രസ്റ്റ് അത് ഏറ്റെടുത്ത് അതാ നടക്കണം. അത് ഗംഭീരമായിട്ട് പൂർവാധികം കേമായിട്ട് നടത്തി. ഇന്നും അത് നടത്തി വരും. ആ ഒരു ശാലയിൽ നടത്തി വരുന്നുണ്ട്. അപ്പൊ അതിനോടുമായി ബന്ധപ്പെട്ട അതിന്റെ കുറെ കാര്യങ്ങളും രാധാകൃഷ്ണൻ അറിയാം.
ദശമി വിളക്കില്ല. പിന്നെ ഏകാദശിയുടെ കാര്യങ്ങൾ പറയാൻ വിളിച്ചേർന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ, അത് രാധാകൃഷ്ണൻ്റെ ആ കാഴ്ചപ്പാടിലുള്ള കുറേ കാര്യങ്ങൾ, അതൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് പറയും. അന്നത്തെയും വളരെ വ്യത്യാസമുണ്ട്. അന്ന് ഏകാദശി ചെറളയം രാജകുടുംബമാണ് നടത്തിയത് സ്വരൂപം. അപ്പോൾ അവരെ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ദശമി ദിവസം രാത്രി വൈകുന്നേരം ആയാൽ ഈ കലവറ അടുക്കളയൊക്കെ അവർക്ക് വിട്ടുകൊടുക്കണം. അവിടുന്ന് ആൾക്കാർ വരികയാണ്, ദഹനക്കാര്, പിന്നെ വലിയക്കാര്, സാധനങ്ങള്, എല്ലാ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാറില്ലേ, എല്ലാ സാധനങ്ങളുമായിട്ട് കാളവണ്ടിയിലാണ് കൊണ്ടുവന്നത്. പിന്നെ വാഹനത്തിലേക്ക് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ കിണറ്റിലെ വെള്ളവും കടുകും മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ കടുക് എടുക്കാൻ മറന്നുപോയി ഇത്ര. അപ്പൊ അത് ഇവിടെ വന്നപ്പോ പറഞ്ഞപ്പോഴാണ് അപ്പൊ മഞ്ചാടി ചെമ്പിലെ ഈ കടുക് അരിച്ചെടുത്ത് അത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു ചിട്ടയായി മാറിയത്. അപ്പൊ അങ്ങനെ അവര് വന്ന് ദശമി ദിവസം രാത്രി ഇവിടെ വന്ന് കലവറയൊക്കെ ഏറ്റെടുക്കും. അതിന് അവിടുന്ന് ഒരു തമ്പുരാനൊക്കെ വരാറുണ്ട്, കുടുംബപുത്ര അദ്ദേഹം, വാലിക്കാര്, അവര് ആൾക്കാര്, എന്തിനാ എണ്ണ ഒഴിക്കാനടക്കം വിളക്കര്, അതൊക്കെ അവരായിരുന്നു. അങ്ങനെ വിറകെ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. അങ്ങനെ ഇവിടെ വന്ന് ഏകാദശി ദിവസം സദ്യ, രാവിലത്തെ ഈ ഏകാദശി ഊട്ട് എന്ന് പറയില്ലേ, ഇന്ന് ഗോതമ്പ് ചോറാണ്, അന്ന് ചാമച്ചോറായിരുന്നു. ചാമച്ചോറ്, കട്ട ഉറതയില്, വെപ്പല കെട്ടി, കാളം കൂട്ടാൻ, ഇങ്ങനെ ഒരു സദ്യയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ദ്വാദശി ഊട്ടും കൂടി കഴിഞ്ഞിട്ടാണ് അവർ പോവുക. അപ്പൊ അവിടെ നിന്നുള്ള ആ പരിസരവാസികളായിട്ടുള്ള അവരുടെ ആ കോവിലവുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആൾക്കാരും ഇവിടെ വരും. അതിന് വളരെ ഐതിഹ്യപ്രധാന മറ്റൊരു കഥയൊക്കെ ഉണ്ട്. സാമൂരിപ്പാട് ആ ഏകാദശി കിട്ടാൻ വേണ്ടി മത്സരിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട്. രാധാകൃഷ്ണൻ പറയുമ്പോ ഗുരുസ്വാമി അതിന്റെ അകത്ത് കളിക്കാൻ കൂടിയിരുന്നു. എവിടെ? അമ്പലത്തിന്റെ അകത്ത് അവിടെ തന്നെയാണല്ലോ എന്റെ അച്ഛനവിടെ ഓർമ്മയൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ ഒരു 5 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. ഞാൻ ഡിഗ്രി പാസ്സായപ്പോ ഒരു 10ാം ക്ലാസ് പാസ്സായി. എന്നിട്ട് ഞങ്ങൾ രണ്ടാമതും കൂടി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ രാധാകൃഷ്ണൻ അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാത്ത കുറെ കാര്യങ്ങൾ. അത് അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരായിട്ട് പരിചയപ്പെടുത്തുന്ന അഭ്യർത്ഥിക്കുന്നു. രാധാകൃഷ്ണന്റെ അനുഭവങ്ങളൊക്കെ പറയാം. ഈ വിളമ്പട കൊട്ട എടുക്കാൻ കൊണ്ടുവരും. കയ്യില് ചിരട്ട കയ്യിലാണ്. പിന്നെ ഈ വെള്ളം കൊടുക്കാനുള്ള കിണ്ടി, മൺകിണ്ടി, മണ്ണോണ്ടുള്ള കിണ്ടി ഉണ്ട്. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മത്സരിക്കും. അവസാനം സദ്യ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമസ്കാരം. ഇപ്പൊ ഗുരുവായൂരിന്റെ ചരിത്രത്തെ നോക്കുകയാണെങ്കിൽ അത് രണ്ടായിട്ട് തിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് അഗ്നി ശുദ്ധിക്ക് മുമ്പ്, അഗ്നിശുദ്ധിക്ക് പിന്നെ ഞാൻ അഗ്നിശുദ്ധി എന്നാ പറയാം, അഗ്നി ബാധയല്ല. ഭഗവാൻ തന്നെ ജീവിതത്തിലൊരു അഗ്നിശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ, അതിലും വലിയൊരു ശുദ്ധി ഇല്ല. അത് വേണ്ടിയിട്ട് അന്ന് അതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ദേവസ്വത്തിൽ. സാമൂതിരി പട്ടം കിട്ടുമ്പോഴേക്കും അവർക്ക് 90-95 വയസ്സൊക്കെ ആവും. അപ്പൊ പിന്നെ അയാൾക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഈ മാമൂതിരിക്ക്. അപ്പൊ പിന്നെ ഭരണം മുഴുവൻ മക്കളാണ്. അപ്പൊ ഒരു സാമൂതിരി ഉണ്ടെങ്കിൽ പിന്നെ 5-6 മാസം അല്ലെങ്കിൽ 6 കൊല്ലം ഉണ്ടാവില്ല, 1-2 എത്ര സമയം ഉണ്ടാവുക എന്ന് അറിയാൻ പറ്റില്ല. അച്ഛൻ എപ്പോഴാണ് പോവുക എന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ഉള്ളില് കിട്ടുന്നിടത്തോളം വലിക്കാന്നുള്ളതായിരുന്നു മക്കളുടെ. അതെ, അങ്ങനെയായിരുന്നു. ഓരോ ഇതായിട്ടുണ്ടെങ്കിൽ ഈ മേശാന്തി നിയമനത്തിന് തന്നെ അങ്ങനെയാണ് കിട്ടുന്നത്. ഇത്ര എന്ന് പറഞ്ഞിട്ട് ആദ്യമായി നറുക്കെടുപ്പിനോടുത്ത പരുവക്കാട്ട് തമ്പുരാനാണ്. അത് 68-69 മുമ്പാണ്. നറുക്കിട്ടു വന്ന് അതിനു മുമ്പ് ശരിക്കും അല്ല, അവര് വിജയാമ്പണ്ണ ഇങ്ങനെയല്ല. നല്ല ഈ 3 ഗ്രാമക്കാരെ പണ്ട് പറയാറുണ്ട്. ആ ഗ്രാമത്തിൽപ്പെട്ട നല്ല അഭിജാത്തിയുള്ള നല്ല നമ്പൂരിമാരെ അങ്ങോട്ട് സാമൂരിപ്പാട് അങ്ങോട്ട് ഇന്ന് കണ്ടിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തില് സാമൂരി ആവണമെന്നുള്ള പശുദാനം ചെയ്ത് ക്ഷണിക്കുകയാണ്. അപ്പൊ അവര് പറയാണ്, ഞങ്ങൾക്ക് ഞാൻ എന്നാൽ ഇത്ര ചിലപ്പോ 1 കൊല്ലമൊക്കെ കിട്ടും, 6 കൊല്ലം 3 കൊല്ലം വരെയൊക്കെ നിന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നീടായതാ, അവര് വയ്യാവട്ടമായതാ. പഴയ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതില് ഒരേ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കാലത്തൊക്കെ 6 മാസമായിരുന്നു. മുമ്പ് അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു. അവര് അങ്ങോട്ട് നിന്ന് ക്ഷണിച്ചു കൊണ്ടുവരികയാണ് നല്ല സിദ്ധന്മാരായിട്ടുള്ള വൈശാഖന്മാരെ.
പിന്നീട് എന്താ വെച്ചാൽ അപേക്ഷ കൊടുക്കലായി, സാമൂഹ്യ പാലനം പോയി കണ്ട് ശുപാർശയായി, ആ. പിന്നെ ഇത് അങ്ങനെ മാറി. ഓ, അതില്ലേട്ടാ. സാധാരണ പണ്ടേ മുതൽ ഇങ്ങനെ അത് ശരിക്കും തുടങ്ങിയത് ഇപ്പൊ ഈ കമ്മിറ്റി ഏറ്റെടുത്ത് കമ്മിറ്റി. ശരിക്കും അത് ഇതായി തോന്നുന്നു. ഈ പരുവക്കാട് നമ്പരാൻ പറഞ്ഞ ഒരു തവണ ഉണ്ടായി. അത് ഇവര് അനുകരിച്ചതാണ്. പിന്നീടാണ് 71 അതെ. വന്നപ്പോ തുടങ്ങി. നാട്ടിലെട്ട് കൊടുത്തു. അപ്പൊ അന്ന് അതിനു മുമ്പ് അപ്പൊ അത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. നാട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു നമ്മള്. അഴിമതിയുടെ ഒരു തരംഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന കാലാണ്. അമ്പലം കത്തുന്നതിന് ഭഗവാൻ മുമ്പ് മാത്രമല്ല തന്നെ, അമ്പലം കത്തുന്നതിന് മുമ്പ് 69 കാലത്ത് ഒരു സുപ്രഭാതത്തില്, അത് സാമൂതിരി ഇവിടെ താമസിക്കാം, ഈ കോവിലകത്ത് താമസിക്കണം. അന്ന് സുപ്രഭാതത്തില് ഒരു സുബ്രഹ്മണ്യൻ നമ്പൂരി പറഞ്ഞ ഒരാള് ഒരു പ്ലേക്കാർഡ് വെച്ചിട്ട് അതുപോലെ മഞ്ഞ വസ്ത്രം വെച്ചിട്ട് ആ കരിങ്കിന്റെ മുകളിൽ ഇരുന്നു. എവിടെ? ആ ഇപ്പൊ നമ്മുടെ ശ്രീവത്സത്തിന്റെ നേരെ മുമ്പില് ഈ തെക്കേ നട റോഡിൽ അങ്ങനെ പിരിയില്ലേ, അവിടെ ഒരു കരിങ്കുണ്ടായിരുന്നു, 2 ചാലും ഓൾച്ചാലുണ്ടായിരുന്നു. അന്ന് അവിടെ ആ കരിങ്കിന്റെ മുകളിൽ ഒരാള് ഇവിടെ ആദ്യം അയാൾ പറഞ്ഞ അതിൽ 2 കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടി തുടങ്ങി. ഒന്ന് മൂത്രപ്പുരകൾ നിർമ്മിക്കുക, അങ്ങനെ അത്രേ ഉള്ളൂ. ഇവിടെ വരുന്നവർക്കും മൂത്രമൊഴിക്കാൻ. അപ്പൊ അത് ഇപ്പൊ കുറെ ആൾക്കാർ അന്ന് എന്താ അദ്ദേഹം ഇരിക്കണമെന്നായി. അപ്പൊ അദ്ദേഹത്തിന്റെ ബില്ലിന് പിന്നെ അത് വലിയ സംഭവമായി. ഈ ഗോവിന്ദപുരി അവിടെയുള്ള ആളായിരുന്നു. അത് അദ്ദേഹം വടക്കെവിടെയാണ്, എവിടുന്ന ഉണ്ടെന്നൊന്നും അറിയില്ല. അത് മാത്രമല്ല അദ്ദേഹത്തിന് അന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇവിടെ സ്വതന്ത്ര മണ്ഡലം എന്ന് പറഞ്ഞൊരു അവര് എന്ന് ഡെയിലി ഇവരുടെ ഈ സംഭവം. പിന്നെ ഇവര് വൈകുന്നേരം ആയപ്പോ അങ്ങനെ ആയപ്പോലെ ജാതിയായിട്ട് പോകണമായി. ഞങ്ങളെ കുട്ടികളൊക്കെ ഇദ്ദേഹം ആരൊന്നും അറിഞ്ഞോ എന്താ സംഭവം ഗുരുവായൂർ റൗണ്ടടിച്ചു വരും. പക്ഷെ ഈ സമയത്തൊന്നും സാമൂഹ്യപ്പാട് അദ്ദേഹം ചർച്ചയ്ക്ക് വിളിച്ചില്ല. അതന്നെ ഒരു വിഷയമായി. ഇത്ര അദ്ദേഹത്തിന് നേരെ മൂക്കന് മുമ്പിൽ ഈ സംഭവം ഉണ്ടായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ലോന്നായി. എന്നിട്ട് അവസാനം ചർച്ചയ്ക്ക് വിളിച്ച് ഇദ്ദേഹത്തിനെ അതൊക്കെ രമ്യയെ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം സമാധാനിപ്പിച്ചിട്ടാണ് അത് ഒഴിഞ്ഞു പോയത്. എത്ര കാലം? ഈ ഓങ്കോള സ്വാമി അന്നാണ് ഇവിടെ വന്ന് പെട്ടത്. ഇതിൽ ആകൃഷ്ടനായി. അദ്ദേഹം ലീവിൽ വന്നതാണ്. അദ്ദേഹം ബോംബെയിലെ ആറ്റമിക് എനർജിയിൽ നല്ലൊരു ഓഫീസറായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ലീവിൽ ഗുരുവായൂർ വന്നപ്പോഴാണ് ഈ സംഭവം. അദ്ദേഹത്തിന് നേരെ വീട്ടിലും പുറത്താണ്, ചടുത്താണല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അപ്പൊ അദ്ദേഹം ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തുടങ്ങി ഇദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, ബോംബെയിലുണ്ടായിരുന്നില്ല, ഹിന്ദിയൊക്കെ അറിയാം. അങ്ങനെ ഇദ്ദേഹം ഒരു നേതാവായി. അങ്ങനെ അവിടെ പിന്നെ അദ്ദേഹം പോയില്ല, ബോംബെക്ക് പോയില്ല. പിന്നെ ലീവ് നീട്ടി അവര് കാത്തിരുന്നു. അങ്ങനെയാണ് ഗുരുവായൂർ ഈ രാജലക്ഷ്മി കേസ്, സ്വാമി പിടിച്ചിടും. അങ്ങനെ അന്നത്തെ കാലത്ത് പറയണം ഈ സാമൂഹ്യപ്പാടായിട്ട് അന്നും ആൾക്കാര്. അപ്പൊ അന്ന് അമ്പലം ഇത്ര അമ്പലത്തിൽ വരുന്നതൊന്നുമില്ല, പക്ഷെ ആളുകൾ വളരെ കുറവായിരുന്നു. ഇതിന് നിർമാല്യത്തിന് ഒരു 10-30 ആള് ഉണ്ടാവും, മാക്സിമം 50 ആള് ഉണ്ടാവും. ആ കണക്കില് ഇങ്ങനെ കാത്തു നിൽക്കും. അത് മാതിരി 42 കൊല്ലായിട്ട് അദ്ദേഹം 8:30 മണി ഇത് കഴിഞ്ഞ് നല്ല തുറക്കുന്നതിന് മുമ്പ് പഴത്തൊക്കെ പോയിട്ട് കൂട്ടത്തില് ഉണ്ടാവും. ബാക്കി ഉള്ള ആൾക്കാർ 2-3 പേരുണ്ടാവും. സരസ്യമ്മ പിന്നെ ഗോരസ്വാമിയിലുണ്ടാവും, സ്ഥിരമാണ്. അങ്ങനെ ഒരു 3-4 ആള് സ്ഥിരമായിട്ടുണ്ടാവും. പിന്നെ അന്നൊക്കെ അകത്ത് എട്ടം പോലെ പ്രദർശനം വയ്ക്കാം. അപ്പൊ നമ്മളിപ്പോ അഭിഷേകം ഭാഗച്ചാരത്ത് തുടങ്ങിയ പ്രദർശനം വെച്ചുകൊണ്ടേ തൊഴാം. ഈ വടക്കേ നടയിൽ നിന്ന് പുറത്തേക്ക് പോകണം നിർബന്ധമൊന്നുമില്ല. തിരക്കൊന്നുമില്ലല്ലോ. എല്ലാവരും കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറും. സോപാനത്തിന്റെ അവിടെ ചെന്നിട്ടാണ് നിർമാല്യം തൊഴ. അങ്ങനത്തെ ഇതായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഉച്ചക്ക് 1 മണിക്ക് നട അടയ്ക്കും. നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 4:30, അന്നൊക്കെ 5 മണിക്കാണ് തുറന്നിരുന്നത്. 4:30 ആയിട്ടായിരുന്നില്ല. അപ്പൊ പിന്നെ 2 കാക്കാരുണ്ടാവും. ഒരു കുട്ടിമാൻ ഉണ്ട്, പിന്നെ രാമമണിക്കര്, അങ്ങനെ 2 കാക്കാരുണ്ടായിരുന്നു. പിന്നെയാണ് ഏകദേശം തന്നെയാണ് സാമൂഹിക കാലത്ത് തന്നെ ഗുർക്കയുണ്ടായിരുന്നു. അത് ഗോപുരത്തില് അത്രയേ ഉള്ളൂ. മറ്റേ ഉള്ളില് അപ്പൊ പിന്നെ ശനി ഞായറൊക്കെ ആണെങ്കിൽ ഉള്ളില് വളരെ ഫ്രീ ആയ സ്ഥലമാണ്.
ഈ കരിങ്കല്ല് വിരിച്ചിട്ടില്ല എല്ലായിടത്തും. ഈ മറ്റേ ഇപ്പൊ ഇതുണ്ടല്ലോ തുലാഭാര കൗണ്ടർ ഉണ്ടല്ലോ, ആ ഭാഗം മുഴുവൻ മണലായിരുന്നു. അവിടെയായിരുന്നു കേശവനെ കെട്ടിയിരുന്നത്. അതെ, കേശവൻ ഓടി വന്നിട്ട് പിന്നെ മതപ്പാടായിട്ട് കെട്ടിയത് അവിടെയായിരുന്നു. അപ്പൊ അവിടെ ധാരാളം കളിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഇതായിട്ട് അങ്ങനെ ഓടി കളിക്കും, ഞങ്ങള് ഒളിച്ച് കളിക്കും. ഒളിച്ച് കളിക്കുമ്പോ ഈ ഇതിന്റെ പറക്കാൻ നടക്കല വാതിലുണ്ടല്ലോ, അത് ചാരിയിട്ടേ ഉണ്ടാവുള്ളൂ, കുറ്റിട്ട് ഒന്നുമില്ല. അതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് സോപാനത്തിന്റെ അടിയിലൊക്കെ പോയി ഒളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വേണം തുടങ്ങിയാൽ കുട്ടിമാരെ അല്ല പിള്ളേര് ഇങ്ങനെ ഓടി പോവും. അങ്ങനത്തെ ഇതായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ഞായറാഴ്ചയുള്ള തിരക്ക് അന്ന് ഏകാശിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഏകാശി കാലത്ത് ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ ഉള്ളിലേക്ക് കട്ടിയിരുന്നു. അതും യൂണിഫോം ഇട്ടിട്ട് യൂണിഫോം ഉണ്ടാവും. പിന്നെ ഈ അകത്ത് കയറി ഇരിക്കണ ആൾക്കാരൊക്കെ ഈ വീഡിയോ ഒക്കെ വലിച്ചിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ ഇരിക്കുക. പായൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കാനാണ്. അപ്പൊ അങ്ങനെ വലിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. അങ്ങനെയൊക്കെ ഇതായിരുന്നു. പിന്നെയും അതിപ്പോ ഈ ആളുകൾ എങ്ങനെയാ വന്നിരുന്നത്? ഈ ഗോവിന്ദ നമ്പൂരിയൊക്കെ വന്നു എന്ന് പറയുന്നത് അത് എന്താ ഗുരുവായൂരപ്പള്ള ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ഭക്തനായപ്പോ അദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടുണ്ടാവും, മൂത്രമൊഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ തോന്നിയപ്പോ അദ്ദേഹം സ്വയം തോന്നിയപ്പോ അദ്ദേഹം എന്താ പരിഹാരം എന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ആരോടാ പറയേണ്ട ശരിയാ. അപ്പൊ അദ്ദേഹം താമൂരിപ്പാടാണ് ഭരണം എന്ന് പറഞ്ഞു. എന്നാ അവിടെ പോയി കഥ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയതാ. അദ്ദേഹം എത്ര വിജയിക്കും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോ ആൾക്കാർ കൂടി അദ്ദേഹത്തിന്റെ കൂടെ. സ്വതേ താമൂരിപ്പാടിനോട് അന്ന് ഈ ഭരണത്തിന്റെ ഏത് കാലത്തും ഭരണത്തിന്റെ എതിരായിട്ട് കൂടെ ആൾക്കാരുണ്ടാവും. അവരെങ്ങനെ വലുതായി അദ്ദേഹത്തിനെ പ്രോത്സാഹിച്ചു. എതിരുള്ള പിന്നെ അന്നും പ്രമേയത്തിന്റെ അസുഖം ആൾക്കാർക്ക് രക്ഷിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പെട്ടെന്ന് മൂത്രം അതുപോലെ അന്ന് എസ് പി നായരാണ് ഈ അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം പോകുമ്പോ ഈ വാർത്തകൾ ഇങ്ങനെ വന്നപ്പോ വൈകുന്നേരം 4 മണി അടിച്ചാൽ സ്വാതന്ത്ര്യമണ്ഡലം കിട്ടാൻ വേണ്ടി ആൾക്കാർ കാത്തിക്കും. എന്നാ എന്താ പ്രത്യേകത നോക്കാം, ഇത് വായിക്കാൻ, അതിലെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ സാമൂഹികയുടെ വളരെ ഉദയണ്ടായി. ഒരു ദിവസം എസ് പി നായര് അദ്ദേഹം അമ്പലത്തിലെ തോളൊക്കെ കുറിച്ച് 7 മണിക്ക് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോവുക. അവിടെ ശിവര്യാന നിൽക്കുന്നില്ല, അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നം അല്ലല്ല അവിടെ വണ്ടികള് പാർക്കിംഗ് ഉണ്ടല്ലോ. അല്ലല്ല എസ് പി നായർ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ അന്നപ്പോ ഈ ഇപ്പോഴത്തെ AUP സ്കൂളിന്റെ അവിടുന്ന് ഇങ്ങടെ ഒരു കുണ്ട, ഒരു തോടാണ്. ആന പോയാ കാണില്ല. ആ എസ് പി നായരോട് കയറണം. അവിടെ ഒരു പതിനൊരു കുണ്ട, ഒരു തോടായിരുന്നു. അപ്പൊ ഇദ്ദേഹം അവിടെ കൂലി കിട്ടും, ലൈറ്റും ഇല്ല അവിടുന്ന്. അപ്പൊ ഇദ്ദേഹം ഒരു 7 മണി കഴിഞ്ഞ് പോകുമ്പോ, ഒരു 7 മണി 8 മണിയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇദ്ദേഹം ആ വെള്ളം ചുപ്പി കിട്ടായിരുന്നു. അവിടെ പോകുമ്പോ 2 പേര് പിന്നെ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കി തിരിഞ്ഞു നോക്കിയപ്പോ 2 പേര് ഇരുമ്പല കൊണ്ട് ഇങ്ങനെ അടിക്കാൻ തേതാ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അത് താമരിപ്പാടിന്റെ കിങ്കരന്മാരായിരുന്നു ആ പറഞ്ഞത്. ഇദ്ദേഹം ഒറ്റയടിക്ക് കൊല്ലണം. അത് പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്നു. അങ്ങനെ അപ്പൊ ഒന്നും കൂടി താമരിപ്പാടിനോട് ചെറുപ്പായി അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ. ആ ഒരു കാര്യമാണ് ശരിക്കും സർക്കാർ ഏറ്റെടുക്കാൻ നാട്ടുകാർ സമ്മതിക്കാൻ അത് പിന്നെ ഈ അമ്പലം കത്തിയത് വിഷയമായി. അമ്പലം കത്തിയപ്പോ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ദുർഭരണം കൊണ്ടാണ് ഇവിടെ ശ്രദ്ധ പോരാ എന്നുള്ളത് വന്നു. അത് മാത്രമല്ല അന്നൊരു വിഷയം സംഭവം ഉണ്ടായത്, ഞാനത് പറഞ്ഞിട്ട് ശരി. അന്ന് രാവിലെ അമ്പലം കെട്ടിയപ്പോ ഏതാണ്ട് ഒരു 3 പുലർച്ചെ 3 അന്ന് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലായിട്ടല്ലോ. ഇവിടുന്ന് കോഴിക്കോടാണ് അവർ താമസിക്കുന്നത്. അങ്ങോട്ട് വിളിച്ചു സാമൂരി അവിടെ വിളിച്ചു പറഞ്ഞു, അമ്പലത്തിൽ നിന്ന് ഫോൺ ചെയ്തു, ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം കത്തി എന്ന് പറഞ്ഞു. അപ്പൊ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, അത് ഒരിക്കലും സംഭവിക്കാത്തതാണ്, ഗുരുവായൂർ അമ്പലം ഒന്നും കത്തില്ല. പിന്നെ അന്ന് വേറെ സംഭവം, ഈ നക്സലൈറ്റിന്റെ ആക്രമണം ഉണ്ടായിരുന്നു രാജ്യത്ത്. ആരെ കണ്ടാലും സമ്പന്നന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ
അപ്പൊ അവരെ ഉപദ്രവിക്കുക. നാരായണൻ നായർ അദ്ദേഹത്തിന്റെ കോണാട് നാരായണൻ നായർ അദ്ദേഹത്തിന്റെ തല അതിലൊക്കെ സംഭവമൊക്കെ ഉണ്ടായി. അപ്പൊ അത് പേടിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് അവര് ഇങ്ങോട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു, ആര് വന്ന് പറഞ്ഞാലും അമ്പലം ഗോപുരം തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 3 മണി അടിക്കാണ്ട് തുറക്കണ്ട, അക്രമം ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇദ്ദേഹം ഇതിന്റെ ഭാഗമാണ് വിചാരിച്ചു, ഇദ്ദേഹത്തിനെ പുറത്തേക്ക് ചാടിക്കാനുള്ള എന്നിട്ട് ഉപദ്രവിക്കാനാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ഇദ്ദേഹം വരുന്ന കാറ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. ദേവസ്വത്തിന്റെ കാറ് കൊടുത്തേക്കാൻ വരാമെന്ന് പറഞ്ഞു അവരോട്. ഇത് ആൾക്കാർക്ക് അത് പ്രതിഷേധമായി. അമ്പലം കത്തുമ്പോ അമ്പലത്തിന്റെ കാറ് കോഴിക്കോട് നിന്ന് അദ്ദേഹത്തിന്റെ കാർ എടുത്ത് വന്നോട് എന്തുകൊണ്ട് വയ്യാന്നായി ആകെ ഇതായി. ഇവിടെ അണച്ച അമ്പലം ഇങ്ങനെ കത്തി 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 ഒരു 8-9 മണി വരെയൊക്കെ അതിന്റെ ശ്രമം ഒരു വിധം ഒതുങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ ആൾക്കാർ കരിയും ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇദ്ദേഹം 6 മണിയുടെ രാവിലെ 6 മണിക്ക് റേഡിയോ ന്യൂസ് അത്രയൊന്നുള്ളൂ, TV ഒന്നും ഇല്ലല്ലോ. 6 മണിയുടെ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നാണത് പറയാം. അതില് വെൺമണി വിഷ്ണുവിന്റെ ആ വാർത്ത വായിക്കുമ്പോൾ പറഞ്ഞു ആദ്യത്തെ വാർത്തയിൽ ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ ഞാൻ അബദ്ധം പറ്റിയല്ലോ എന്ന് അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം APG മേനോൻ എന്ന് പറഞ്ഞ ആളായിരുന്നു, അദ്ദേഹം ഇനി എന്താ ചെയ്യാന്നായി. മകളുടെ ഭർത്താവൊക്കെയാണ് അദ്ദേഹം, അല്ലെ മകളുടെ ഭർത്താവ്. അദ്ദേഹം എന്ത് ചെയ്തു, വേഗം കാറെടുത്ത് ഗുരുവായൂർക്ക് പോകും. അദ്ദേഹം വേഗം വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്, ഞാൻ മറുപടി പറഞ്ഞ് തെറ്റിപ്പോയി മനസ്സിലായി. ഇവിടെ വന്ന് കിഴക്കേ നടയിൽ പുത്തമ്മാളിക എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ പൊളിച്ചു പോയി. ആ പോലീസ് ഹൈ പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ആ ചെരുപ്പ് കൗണ്ടറൊക്കെ അതിന്റെ ഇപ്പുറത്ത് അവിടെ ആയിരുന്നു. അതിന്റെ ഇപ്പൊ നമ്മളെ ക്യൂ നിൽക്കണില്ലേ അവിടെ ആയിരുന്നു അദ്ദേഹം. അവിടെ സാമൂരിപ്പാടിന് അവിടെ ഒരു വന്നാൽ താമസിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ മുറിയിൽ കയറിയിരുന്നു. ഇവര് ഈ അമ്പലത്തിന്റെ ശ്രമക്കാരൊക്കെ കൂടി എല്ലാവരും നാട്ടുകാരും കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് ആരോ പറഞ്ഞു സാമൂരിപ്പാടിന്റെ വന്നിട്ട് മുകളിലുണ്ട്. ഇവരൊക്കെ കൂടി മുകളിലേക്ക് കയറി. അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് ശകാരം വീട്ടുകാർ തല്ലാനൊക്കെ പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആകെ പ്രശ്നമായി. അന്ന് വടേക്കര ബാലകൃഷ്ണന്മാര് ഇടപെട്ടു. അദ്ദേഹം ഉപദ്രവിക്കുകയും ചെയ്തത് ഇങ്ങനെ തെറ്റിദ്ധരിച്ചതിന്റെ മുകളിലാണ്. എന്നപ്പ സത്യം ചെയ്യണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ അവിടെ മുകളിൽ നിന്ന് പിടിച്ചു കൊടുന്ന് ഇദ്ദേഹത്തിന് മുകളിൽ ഈ അദ്ദേഹത്തിന്റെ മേലൊക്കെ കുറെ കരിയൊക്കെ വരുത്തിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മേലൊരു പറഞ്ഞു ഒന്ന് കൊടിമരത്തിന് മുമ്പില് ഒരു നെയ്വിളക്ക് വെച്ച് അവിടെ ഇദ്ദേഹത്തിന് സത്യം ജീവിച്ചു, ഇനി മേലാൽ ഇങ്ങനെ ഒരു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനെ ഒഴിവാക്കി. അങ്ങനെ എന്നാണ് ഇവരൊക്കെ രക്ഷിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായി. അതോടുകൂടി ഈ പ്രതിഷേധം വല്ലാണ്ട് വർദ്ധിച്ചു ജനങ്ങൾക്ക്. ഇങ്ങനെ അമ്പലം കത്തിയപ്പോൾ കാറ് കുറിച്ച് വേണമെന്ന് ചോദിച്ചു. അത്ര ധിക്കാരാണ് അവർ ചെയ്തത്, ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ സ്വതേ ഉണ്ടത്. അല്ല അന്നൊക്കെ ലീഡർ കരുണാകരനൊക്കെ വരിക അല്ലെങ്കിൽ അങ്ങനെ അല്ല വരുന്നുണ്ട്. അങ്ങനെ സർക്കാർ ലെവലിലൊരു ഇതായി. അത് അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ആൾക്കാരാണ്. അന്ന് HRMC കീഴിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. HRMC കീഴില് അദ്ദേഹം. അപ്പൊ അവരെന്ത് അങ്ങനെ അവരുടെ പ്രേരണ ഉണ്ടായി. അവരും പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റിന്റെ അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചന വന്നപ്പോഴാണ് ഇതിങ്ങനെ ആയാൽ പോരാ, ഒരു ജനകീയമായ ഒരു സംവിധാനം വരണം. ഗവൺമെന്റിന്റെ വേണ്ട, ഗവൺമെന്റ് ഇടപെട്ടൊന്നും വരണ്ട. അവര് ലീഗലായിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ദേവസ്വം. അപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്തു പറഞ്ഞൊരു ഇതായി. അത് വേണ്ട, ഒരു ജനകീയമായിട്ടൊരു കമ്മിറ്റി വരിക, സംവിധാനം വരിക ഗുരുവായൂർ ക്ഷേത്രത്തിന് മാത്രമായിട്ട്. അപ്പൊ ആരോ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രം മാത്രമായിട്ട് എടുക്കുമ്പോൾ അതൊരു പാർഷ്യാലിറ്റി ആവും എന്ന് പറഞ്ഞ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ കൂടൽമാണിക്യ ക്ഷേത്രം കൂടി ഉൾപ്പെടുത്തി. രണ്ടും കൂടി ഒരു ഓർഡിനൻസിലാണ് 9/3/1971 ഒരു ഓർഡിനൻസിലൂടെയാണ് എടുത്തത്. അങ്ങനെ 70 നവംബർ 29 മജിസ്ട്രേറ്റ് കോടതി വിളക്ക് അന്ന് അപ്പോഴത്തെ പോലീസ് അതിന് മുമ്പ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ക്യൂ കോംപ്ലക്സ് ഉള്ള സ്ഥലത്തായിരുന്നു 60-ന് മുമ്പ് മല്ലിശ്ശേരി മാളിക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ മലലിലും അദ്ദേഹം ഒരു 3 ആന നിൽക്കാൻ സ്ഥലമില്ല, 3 ആന നിൽക്കാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പൊ ഈ ആറാട്ടുകാരുടെ എഴുന്നള്ളിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ 3 ആന ഉണ്ടെങ്കിൽ ഇവിടെ തട്ട്. അല്ല നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ ഇരുന്നിട്ട് ആനയെ തൊടും, ഇരുന്നിട്ട് ആനയെ തൊടാൻ പറ്റും. അത്രയും അടുത്ത് അങ്ങനെ ഇതായിരുന്നു. അത് ആദ്യം ആണ് തമ്പുരാൻ 1944
രാമവർമ്മപ്പം തമ്പുരാൻ ആ സ്ഥലം വാങ്ങിയിട്ട് കഞ്ഞി പാർച്ച തുടങ്ങുന്നത്. ആ അത് ശരി. കാശി രാജാവായിട്ടുള്ള അദ്ദേഹം കാശി തമ്പുരാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓ ശരി. അദ്ദേഹം കാശിയിൽ കുറെ 12 കൊല്ലത്തോളം കാശിയിൽ ഇരുന്നിരുന്നു. അതിന്റെ കഥ കുറെ ഉണ്ട്. അത് പിന്നെ ഇതിലും പറയാം, നമ്മുടെ പുസ്തകം നമുക്ക് പറയാം. അദ്ദേഹമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. 44-ലാണ് കഞ്ഞി പറിച്ചിട്ടാണ് കഞ്ഞി ഉപ്പും മുളകും കൊടുത്തു. സാധുക്കൾക്ക് അത് ഞാൻ കഴിക്കാനറിയില്ല. കഴിക്കാറില്ല തന്നെ. ഇപ്പൊ കോൺഗ്രസ് ഉണ്ടല്ലോ, നിൽക്കുന്ന സ്ഥലം. എനിക്കത് മല്ലിശ്ശേരി റോഡിലിരുന്നിട്ടായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ആ അത് അത് ഈ രണ്ടാം ലോകമായുദ്ധത്തിന്റെ കെടുതി കാരണം ആളുകൾ ഒരുപാട് ഗുരുവായൂർ താമസം തുടങ്ങി. ഭക്ഷണമൊന്നും കിട്ടാതെ ക്ഷാമം ആയതുകൊണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ടാണ് തമ്പുരാൻ. അപ്പൊ തമ്പുരാൻ കിട്ടണോണ്ടാവുന്നത്. എന്താ ആൾക്കാർ ഇങ്ങനെ വരാൻ കാരണം എന്താണ്? ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. പിന്നെ വീട്ടില് പട്ടിണിയാണ്, ഒന്നും കിട്ടാല്ല, സാധനമൊന്നും കിട്ടാല്ല. കിട്ടൂല. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോ അന്ന് തന്നെ ഈ ദേവസ്വം എന്ന് ചോദിച്ചാൽ ഒരു ഇതിങ്ങനായ ലോകത്തില് ശാന്തി സമാധാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? അന്നത്തെ ആധ്യാത്മിക ആചാര്യന്മാർ കുറെ ഉണ്ടായിരുന്നു ഗുരുവായൂർ. അവരെയൊക്കെ വിളിച്ചന്വേഷിച്ചു. അപ്പൊ ആനന്ദ് തിരുമേനിയുടെ ഗുരുനാഥൻ മേക്കാട്, അപ്പൊ അദ്ദേഹം ആണ് ഒരു അഭിപ്രായം പറഞ്ഞത്. ഈ മേക്കാട് ഗുരുവായൂർക്കാരനാ? അല്ല, അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ദിവസേന ഒരു അരമണിക്കൂർ നാമജപം നടത്തും അമ്പലത്തില്. അങ്ങനെ ആയാൽ സമാധാനം. അത് അങ്ങനെയല്ല ഉണ്ടായത്. 41 ദിവസത്തെ നാമജപം നടത്തുക. എന്നിട്ട് ആദ്യം അത് നാമജപമാണ് ഏറ്റവും നല്ല ഇത്. 41 ദിവസം പരിഹാരം എന്ന് പറഞ്ഞ് 41 ദിവസം ദേവസ്വത്തിന്റെ ഇതോട് കൂടിയിട്ട് തന്നെ നടത്തി. 40 കാലത്ത് മുതൽ വൈകുന്നേരം വരെ 41 ദിവസം ഉണ്ടായി. 41 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ആവേശം, ഇത് നിർത്തിയാലും നിർത്തരുത്, എന്താ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ വൈകുന്നേരം അരമണിക്കൂർ ദീപാരാധന കഴിഞ്ഞാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നാമജപം. അത് 44-ലാണ് തുടങ്ങിയത്. ഇപ്പോ 80 ഇപ്പോഴും അതിങ്ങനെ തുടരുന്നില്ല. അത് ആ ഭജനയല്ലേ ഉദ്ദേശിക്കുന്നത്? ശിവേലിക്ക് ബാക്കിൽ പോകുന്ന ഭജനയാണ് ഉദ്ദേശിച്ചത്. അത് വേറെ. ഇത് നേരം ഊട്ടുവരയിലെ പണ്ട് കൂത്തമ്പലത്തിലായിരുന്നു, പിന്നെ ഊട്ടുവരയിൽ വെച്ചായി. ഊട്ടുവര വിളിച്ചപ്പോ ആധ്യാത്മിക ഹോള് തെക്ക് ഭാഗത്ത് ഇപ്പോഴും നടക്കേണ്ടത്. ഈ വരാന് കഴിഞ്ഞാൽ 7 മണി വരെ ആധ്യാത്മിക ആളുണ്ട്. ഇപ്പൊ കൃഷ്ണൻ ഉണ്ടല്ലോ, ഒരു കൃഷ്ണൻ വെങ്കട്ടരാമയ്യരുടെ മകൻ നാരായണന്റെ അയാള് ആണ് ഇപ്പൊ പ്രധാനമായിട്ട്. പിന്നെ മറ്റേ രാധാകൃഷ്ണയ്യർ ഉണ്ട്, KR രാധാകൃഷ്ണയ്യർ ഇപ്പോഴുണ്ട്. അയാൾക്ക് പറ്റാത്തപ്പോ ഗുരു ചിലപ്പോ ഈ മല്ലിശ്ശേരി മാളികയുടെ പകുതി ആയിരുന്നു തമ്പുരാൻ വാടകയ്ക്ക് എടുത്തത്. അപ്പൊ മല്ലിശ്ശേരി നമ്പൂരി ഒരു ഭാഗം മല്ലിശ്ശേരി മുകളില് മല്ലിശ്ശേരി മനക്കാർക്ക് വെള്ളി, മറ്റേ ഭാഗം തമ്പുരാന്റെ. അപ്പൊ തമ്പുരാൻ മുകളിൽ താഴെ കഞ്ഞി കൊടുക്കേണ്ടതിന്റെ. അപ്പൊ എംബ്രാന്തിന്റെ റൂമും അവിടെ ആയിരുന്നു. എംബ്രാന്തിന്റെ ആയിരുന്നു മാനേജ്മെന്റ്, ഈ കഞ്ഞി കൊടുക്കേണ്ടതിന്റെ മാനേജ്മെന്റിന്. അപ്പൊ എന്റെ അമ്മയുടെ അമ്മയാണ് ആദ്യമായിട്ട് അവിടുത്തെ എംപ്ലോയി. ഞങ്ങളുടെ പൂർവികം പേരകത്ത. അവിടുന്ന് തറവാട് മുഴുവൻ കുട്ടിച്ചോറാക്കി. ഈ കർണന്മാരുടെ അദ്ദേഹത്തിന്റെ അമ്മാവനോട് കോമനായിരുന്നു. നമ്മുടെ അമ്മാമൻ തേക്കുകാട് അമ്പലത്തില് തേക്കുകാട് അമ്പലത്തിലെ കോമനായിരുന്നു. എന്റെ അമ്മാമ പേരോത്തുനിന്ന് പാല് ഗുരുവായൂർക്ക് ചുമട് കയറ്റി ചുമട് വെച്ചിട്ട് എന്റെ അമ്മാമൻ ഗുരുവായൂർ പേരോത്തുനിന്ന് പാല് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തമ്പുരാന്റെ സ്ഥലമായിരുന്നു ആദ്യം. 60-ല് ഈ അത് പൊളിച്ചു. അപ്പൊ ഈ ഭാഗത്തൊരു എവിടെ ആ ബിൽഡിംഗ് ഇതായിട്ട് അവിടെ ഇത് കെട്ടി. അവരെന്നെ കെട്ടിയതാണ്. 2007 എന്നിട്ടാണ് തമ്പുരാനും എംബ്രാന്തിരി അവിടെയുള്ള ചുമലൂരിന്റെ അപ്പുറത്ത്
അപ്പുറത്ത് അവിടെ മട്ടക്കുളത്തിന്റെ അതെ അതെ അവിടെ ചൊവ്വല്ലൂരിന്റെ ഒരു കഷ്ണ സ്ഥലം. ചൗലുവരിന്റെ അല്ലാതെ ആ, ആ ചൗലുവരിന്റെ 10 നടത്തുമ്പോൾ താമസിക്കാൻ വേണ്ടി കൊടുത്തതാ. അത് അത് ഈ പറഞ്ഞ അതെ. അത് ദേവസ്ഥാനം. ദേവസ്വം അത് പണ്ട് നാമശാലയല്ലേ നാമശാല. ആ, ഞാനത് അതിന് കഥ വേറെയുണ്ട്. അതെ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങനെ അങ്ങനെ മാറണത് 60-ലാണ് ഈ ഇത് പൊളിച്ചിട്ട് അവിടെ ലോഡ്ജാക്കി മല്ലിശ്ശേരിക്കാരനെ അത് ഈ ഭാഗം. ഈ ഭാഗത്ത് ഈ ഭാഗം. അപ്പൊ അവര് തെക്കോട്ട് അപ്പൊ തെക്കോട്ട് മാറിയ സ്ഥലം ആ വാങ്ങി തെക്കേ കുളത്തിന്റെ കരക്കില് അവിടെ വീട് വാങ്ങി തെക്കേ കുളത്തിലേക്ക് ഇറങ്ങാനുള്ളതുണ്ട് പടവുണ്ട് അത് ശരി, അവിടെ അങ്ങനെയാണ്. ആ കുളത്തിന്റെ കരക്കിലായിരുന്നു ബ്രാഹ്മണ. അന്നദാനത്തിന് വലിയ ഹോളും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് എമ്രാനും തമ്പുരാനും അവിടെ താമസിച്ചിരുന്നത്. തമ്പുരാൻ പിന്നെ 69 അല്ല 67 തമ്പുരാൻ ഗുരുവായൂർക്ക് പോയി. 67 അദ്ദേഹത്തിന്റെ ഒരു കാര്യസ്ഥനായിരുന്നു മാധവനായർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം മരിച്ചു. അപ്പൊ അത് പിന്നെ എന്താ ഈ മാലിഹാൻ നിർത്തിയപ്പോ 67 ഇന്ദിരാഗാന്ധിയാണ് മാലിഹാൻ നിർത്തിയത്. മാലിക എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന ഒരു ശരിയാ ഇത് കൊടുത്തിരുന്ന അത് ഈ രാജ കുടുംബങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ സോഴ്സ് ഈ അന്നദാനത്തിന്. പിന്നെ എല്ലാവരുടെയും കൂടിയിട്ട് അതെ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് നിർത്തിയതായപ്പോ അതിന്റെ മെയിൻ സോഴ്സ് പറ്റില്ല. അപ്പൊ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇമ്രാന് പറഞ്ഞു ഞാൻ നിർത്തിക്കോളാം, അങ്ങനെ അങ്ങനെ ഇവിടെ അനുഗ്രഹം ഉണ്ടായാൽ മതി, ഞാൻ നിർത്തിക്കോളാം. അന്ന് തൃശ്ശൂര് താമസിച്ച് തൃശ്ശൂർക്ക് പോയി തമ്പുരാൻ. എന്നിട്ടാണ് അവിടുന്നാണ് ഇത് നിർത്തിക്കോളം എന്ന് പറഞ്ഞത്. അപ്പൊ എമ്പ്രാന്തിരി ആദ്യമായിട്ട് ഗുരുവായൂർ 40 കൊല്ലത്തിൽ ആദ്യമായിട്ട് ഗുരുവായൂർ വിട്ടു പോണത് ഈ തൃശ്ശൂർക്കാ. തമ്പുരാനെ കണ്ടിട്ട് വിവരം ശരി അതുവരെ ആള് ഇവിടെ ഗുരുവായൂർ വന്നതിന് ശേഷം പോയിട്ടില്ല. മൊത്തത്തില് ജീവിതത്തിൽ മൊത്തം ഗുരുവായൂർ വന്നതിന് ശേഷം 3 പ്രാവശ്യമാണ് ഗുരുവായൂർ വിട്ടുപോയിട്ടുള്ളത്. ഇതൊന്ന് തമ്പുരാനെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഇത് സ്ഥലം ദേവസ്വം ഏറ്റെടുത്തു. ഇപ്പൊ ഈ പറഞ്ഞ പട്ടക്കുളത്തിന്റെ അത് ഇതായപ്പോ അപ്പുറത്തെ നാമശാല പൂമുള്ളിക്കാരുടെ സ്ഥലമായിരുന്നു. അല്ല പുള്ളിക്കാര് ആരെങ്കിലും ആധ്യാത്മിക ആചാര്യന്മാര് വന്ന അവിടെ അതുപോലെ ചെമ്പൈ വന്നിലും അതിലൊക്കെ അവിടെ താമസിച്ചിരുന്നത്. അവിടെ ഈ പണ്ട് കൊൽപ്പാക്ക നമ്പൂരി വാഴക്കുന്നവർക്ക് അവിടെ താമസിച്ചു. അങ്ങനെയാണ് നാമശാല എന്നതിന് പേര് വന്നത്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പെരുങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം അന്ന് പോയി ഇങ്ങോട്ട് വരും. അന്ന് പോയിട്ട് തന്നെ ഗുരുവായൂർ വിട്ടു അതെ ഗുരുവായൂർ ഇതായിട്ട് അത് സംസാരിക്കാൻ വേണ്ടിട്ട് പോയി. എന്നിട്ട് എംബ്രാന്തിന്റെ പേരിലാക്കി. എംബ്രാന്തിരി മരിച്ചപ്പോ ദേവസ്വം എല്ലാം എന്റെ മരണശേഷം ഇതെല്ലാം ദേവസ്വത്തിന്. അപ്പോഴാണ് ദേവസ്വക്കാര് ചൊവ്വല്ലൂർക്കാർക്ക് താമസിക്കാൻ അങ്ങനെയാണ്. അപ്പൊ അന്ന് തന്നെ ഈ തിരുനാമാചാര്യൻ ആനും മാധവ നമ്പൂരി എമ്പ്രാന്തിരി കൊച്ചി രാജാവ് ഒരു ത്രിമൂർത്തികളെ സംഘമായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും അവര് സാധിക്കാതെ അവിടെ ചെന്ന് സങ്കടം പറയും. അങ്ങനെയാണ് ഇമ്രാന്തിരിയുടെ ഇത് വരുന്നത്. അതെ അതെ അങ്ങനെ തമ്പുരാന്റെ കഞ്ഞി എന്നാണ് അന്ന് പ്രസിദ്ധം. ഇന്നിപ്പോ അങ്ങനെയാ പറയാ. പിന്നെ തമ്പുരാൻ ഈ കഞ്ഞി എങ്ങനെയാ കൊടുത്തിരുന്നത്? ആദ്യത്തെ അവര് പാത്രം കൊണ്ടുവരുമായിരുന്നു. ആദ്യകാലത്തൊക്കെ പാത്രം കൊണ്ടുവരുമായിരുന്നു. അവിടെ കൊടുത്തിരുന്നില്ല. ആൾക്കാര് ആവശ്യക്കാര് അത് വീട്ടുകാരാണോ ഭക്തന്മാരാണോ? അത് ഭക്തന്മാര് ഈ സാധുക്കള് നടക്കിലൊക്കെ കിടക്കില്ല ആ അതന്നെ സാധുക്കള് അങ്ങനെ സാധുക്കൾക്ക്